ഹായ് ഓൾ. അപ്പോൾ ഇന്നൊരു ഷോപ്പിംഗ് ബ്ലോഗാണ്. ആലുവ സീമാസിൽ ആഡി സെയിലായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ കുറച്ച് പർച്ചേസിങ് ഉണ്ടായിരുന്നു. അപ്പോൾ താഴത്തെ ഫ്ലോറിൽ ചുരിദാർ മെറ്റീരിയൽസിനൊക്കെ ഓഫർ ഉണ്ടായിരുന്നു. 1+1 ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചുരിദാർ അങ്ങനെ അധികം ഉപയോഗിക്കാത്തതുകൊണ്ട് നമ്മൾ ആ സെക്ഷനിൽ അധികം നോക്കിയില്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഓടിച്ച് കണ്ടു കഴിഞ്ഞിട്ട് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട്. അധികം ഡീറ്റെയിൽഡായിട്ട് ഞങ്ങൾ നോക്കിയില്ലായിരുന്നു. അവിടെ നിന്ന് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയായിരുന്നു. അവിടെ കുർത്തീസിൻ്റെയൊക്കെ സെക്ഷൻ ഉണ്ടായിരുന്നു. കുർത്തീസ്, റെഡിമെയ്ഡ് ചുരിദാർ മെറ്റീരിയൽസിൻ്റെയൊക്കെ കളക്ഷനിലാണ് പിന്നെ ഉണ്ടായിരുന്നത്. കുർത്തീസൊക്കെ 159 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അത്ര അധികം കളക്ഷൻസ് നമ്മൾ ഉണ്ടായില്ലായിരുന്നു. കോഡ് സെറ്റൊക്കെ ഉണ്ടായിരുന്നു. 599 സ്റ്റാർട്ട് ചെയ്യുന്ന കോഡ് സെറ്റ്സ് ഇഷ്ടംമാതിരി ഉണ്ടായിരുന്നു. കോഡ് സെറ്റും പിന്നെ 3 പീസ് റെഡിമെയ്ഡ് ചുരിദാർ മെറ്റീരിയൽസൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ അത്യാവശ്യം കളക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് പോയത് സെക്കൻഡ് ഫ്ലോറിലേക്കാണ്. അവിടെയാണ് സാരിയുടെ കളക്ഷൻ ഉണ്ടായിരുന്നത്. ഏറ്റവും കൂടുതൽ ഓഫർ ഉണ്ടായ ഒരു ഏരിയ ആയിരുന്നു ഇവിടെ ചെന്നിട്ട്. അപ്പോൾ കളക്ഷൻസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് 39 മുതൽ ഇതേ സാരീസൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാം ഓൾമോസ്റ്റ് ഒരു ഹാഫ് പോർഷനിൽ അവർ സെയിൽ ഐറ്റംസ് ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാം 50% ഓഫറിലായിരുന്നു കൊടുത്തിരുന്നത്. ഇൻഡിഗോയുടെയൊക്കെ സാരിയൊക്കെ 500-നൊക്കെ നല്ല അടിപൊളി കോട്ടൺ സാരി ഉണ്ടായിരുന്നു. മെറ്റീരിയൽസിലുള്ള സാരി ഉണ്ടായിരുന്നു. സിൽക്ക്, പട്ട് ഇതുപോലത്തെ മോഡൽ സാരിയും ഉണ്ടായിരുന്നു. സോഫ്റ്റ് ടിഷ്യൂ സാരി, മറ്റേ കോട്ടൺ സിൽക്ക്, അങ്ങനെ കുറേ ടൈപ്സ് ഓഫ് മെറ്റീരിയലിലുള്ള സാരികളെല്ലാം ഓഫറിലുണ്ടായിരുന്നു. ഇതൊക്കെ വളരെ അഫോർഡബിളായിട്ട് ഫീൽ ചെയ്തായിരുന്നു. ഈ ആഡി സെയിൽ വന്നിട്ട് സാരിയിൽ ഏറ്റവും കൂടുതൽ ഓഫർ എനിക്ക് തോന്നിയത് പോയ എല്ലാ ഷോപ്പിനെയും വെച്ച് നോക്കുമ്പോൾ സീമാസിലായിരുന്നു. ഇൻഡിഗോയുടെ സാരിയിൽ ഒരു മെറൂണും കൂടി കോമ്പിനേഷനുള്ള നല്ല ഭംഗിയുടെ ഒരു സാരിയാണ്. അങ്ങനെ കുറേ കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. ഇൻഡിഗോയിൽ വേറെ 2-3 കളറും കൂടി കോമ്പിനേഷനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതൊരു പ്രത്യേക ഒരു ഭംഗി ഉണ്ടായിരുന്നു ആ സാരീസ് കാണാനായിട്ട്. ഈ ഡെയിലി ഓഫീസിലൊക്കെ സാരി ഉടുത്തുകൊണ്ട് പോകുന്ന ആൾക്കാർക്കൊക്കെ മസ്റ്റായിട്ട് പോകാൻ പറ്റിയൊരു ടൈമാണെന്ന് തോന്നുന്നു. Some time for introspection. Give me a sense of direction. Give me a sense of direction. Give me a sense, give me a sense, give me a sense of forward motion. We need to keep on going. We need to keep on going. ഒരു സിൽക്ക് സാരിക്കും നല്ല ഓഫർ ഉണ്ടായിരുന്നു. നമ്മൾ സീമാസിലൊക്കെ ഓഫർ ഉണ്ടായ ടൈമിന് 900, 1000 ആ റേഞ്ചിലൊക്കെ ആയിരുന്നു. അത് ഇവിടെ 600 ആ റേഞ്ചിൽ ഇഷ്ടമാതിരി കളക്ഷൻസ് ഉണ്ടായിരുന്നു. വെറൈറ്റി ആയിട്ടുള്ള കുറേ കളേഴ്സ് ഉണ്ടായിരുന്നു. ഇതൊക്കെ 99-ൻ്റെ കളക്ഷനായിരുന്നു. പിന്നെ നമുക്ക് സെറ്റ് മുണ്ടിലും കുറേ ഓഫർ ഉണ്ടായിരുന്നു, കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. 300-നൊക്കെ ആയിരുന്നു. 600 ആണ് ഇതിൻ്റെ റേറ്റെങ്കിൽ അതിൻ്റെ നേരെ പകുതി
ആയിരുന്നു റേറ്റ് വന്നിരുന്നത്. 300 സെറ്റും കൊണ്ടാണ് ഇത്. സെറ്റ് സാരീസും ഉണ്ടായിരുന്നു. സാരിയിലും നല്ല ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പട്ടോടെയൊക്കെ തയ്ക്കാനായിട്ടൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ ഓഫറിൽ എടുക്കുന്ന സാരി അവിടെ വെച്ച് തന്നെ നന്നായിട്ട് ചെക്ക് ചെയ്തിട്ട് എടുക്കണം. അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജ് ഒക്കെ ഉണ്ടെങ്കിൽ ഡാമേജ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഡാമേജ് ഉണ്ടെങ്കിൽ തന്നെ അവർ റിട്ടേൺ ചെയ്യില്ല. പിന്നെ അതുകൂടാതെ ഡിസ്കൗണ്ട് ഇല്ലാത്ത കുറേ സാരീസിൻ്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നു. എല്ലാം നല്ല അഫോർഡബിളായിട്ട് തോന്നിയായിരുന്നു. ഞങ്ങൾ ഡിസ്കൗണ്ട് റേഞ്ചിലല്ലാത്ത കുറച്ച് സാരീസൊക്കെ എടുത്തായിരുന്നു. ഇതൊക്കെ അടിപൊളി സാരിയായിരുന്നു, സിൽക്കിൻ്റെ സാരി. ഡിസ്കൗണ്ട് സെക്ഷനിലല്ലാതെ സെറ്റ് മുണ്ടുകളുടെ കളക്ഷൻ ഉണ്ടായിരുന്നു. അതിലും ഭയങ്കര അഫോർഡബിളായിട്ട് തോന്നി. മറ്റുള്ള കടകളെ അപേക്ഷിച്ച് നമ്മൾ സെറ്റ് മുണ്ടൊക്കെ പർച്ചേസ് ചെയ്തായിരുന്നു. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര പ്രൈസ് റേഞ്ച് കുറവായിട്ട് ഫീൽ ചെയ്തായിരുന്നു. ടെമ്പിൾ കരയുടെ ഈ സെറ്റ് മുണ്ടൊക്കെ 600 ആയിരുന്നു റേറ്റ് വന്നിരുന്നത്. അതുപോലെ തന്നെ പുളിയിലക്കരയൊക്കെ 390 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പുളിയിലക്കരയുടെയൊക്കെ ഓൾമോസ്റ്റ് എല്ലാ കളർ ഷെയ്ഡ്സും ഉണ്ടായിരുന്നു. സെറ്റ് മുണ്ടിലും കുറേ വെറൈറ്റി കളക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഓണത്തിന് സെറ്റ് മുണ്ടൊക്കെ എടുക്കാൻ നല്ലൊരു ഓപ്ഷനാണ് സീമാസ്. പിന്നെ ജെൻസിൻ്റെ മുണ്ട്, ഷർട്ട് അതിനെല്ലാം ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ മസ്റ്റായിട്ട് പോകേണ്ടതെന്ന് പറഞ്ഞാൽ ഡെയിലി ഓഫീസിലൊക്കെ സാരി എടുത്ത് പോകുന്ന ആൾക്കാരെ ഒരിക്കലും മിസ് ചെയ്യരുത്. സാരി പർച്ചേസ് ചെയ്യാൻ നല്ലൊരു ഓപ്ഷനായിട്ട് തോന്നി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മീ.